127 വർഷം പഴക്കമുള്ള കമ്പനി. റിയൽ എസ്റ്റേറ്റ് മുതൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന $multi-billion കോൺഗ്ലമറേറ്റ് ഗോദ്രേജ് ഗ്രൂപ്പ്. ഗോദ്രേജ് എന്റർപ്രൈസസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത സ്ഥാപനങ്ങളായി പ്രവർത്തനങ്ങളെ വിഭജിച്ച് തങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് പുനഃക്രമീകരിക്കാൻ കുടുംബം തീരുമാനിച്ചിരിക്കുകയാണ്. 1.25 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ബിസിനസ് വിഭജനം പറഞ്ഞുവെക്കുന്നത് എന്താണ്? 1897 അഭിഭാഷകനായിരുന്ന അർദേഷിർ ഗോദ്രേജും സഹോദരനും കൂട്ടുനിർമ്മാണത്തിലാണ് കമ്പനി കെട്ടിപ്പടുക്കുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ കീഴിലായിരുന്ന രാഷ്ട്രത്തിന് ഇത് ആദ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ സംരംഭത്തിന് മുൻപ് ഇന്ത്യ പൂട്ടുകൾ ഇറക്കുമതി ചെയ്തിരുന്നു. പ്രാദേശികമായി നിർമ്മിച്ച പൂട്ടുകൾക്ക് തുടക്കമിടാനുള്ള അർദേഷിർ ഗോദ്രേജിന്റെ തീരുമാനം സുരക്ഷാ പരിഹാരങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുക മാത്രമല്ല, സ്വാശ്രയത്വത്തിന്റെ പ്രതീകം കൂടിയാണ്. 1901 ഈ പൂട്ടുകൾ വിപണിയിൽ അവതരിപ്പിച്ചത്. എന്നിരുന്നാലും ഈ സമയത്ത് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള പത്രങ്ങൾ പൂട്ടുകളുടെ പരസ്യം നൽകാൻ വിസമ്മതിച്ചു. ആസ് ഗുഡ് ആസ് ഇമ്പോർട്ടഡ് വെറൈറ്റി എന്ന വാചകത്തിലെ പരസ്യങ്ങൾ കൊണ്ടുവരാൻ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള പത്രങ്ങൾ വിസമ്മതിക്കുകയായിരുന്നു. കേസരി, ട്രിബ്യൂണൽ, ബോംബെ സമാചാർ തുടങ്ങിയ ഇന്ത്യൻ പത്രങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പരസ്യം നൽകിയത്. പിന്നീട് നടന്നത് ചരിത്രമാണ്. 1908 ആയപ്പോഴേക്കും കമ്പനി ലോകത്തിലെ ആദ്യ സ്പ്രിംഗ്ലെസ് ലോക്കുകൾക്ക് പേറ്റന്റ് നേടി. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം ജനപ്രിയ സോപ്പ് ബ്രാൻഡായ സിന്തോൾ അവതരിപ്പിക്കുന്നതിന് മുൻപ് ലോകത്തിലെ ആദ്യത്തെ വെജിറ്റബിൾ ഓയിൽ സോപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഗോദ്രേജ് വീണ്ടും വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചു. കമ്പനിയുടെ ആദ്യകാല മോട്ടോ സ്വദേശി എന്ന നിലയിൽ ഗോദ്രേജ് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളും ആനി ബെസന്റ്, രവീന്ദ്രനാഥ ടാഗോർ എന്നിവരടക്കമുള്ള പ്രമുഖരും അംഗീകരിച്ചിരുന്നു. ശേഷം അവർ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ സ്വീകരിക്കാനും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നുള്ള ആശ്രയം ഇല്ലാതാക്കാനും പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. 1.7 മില്യൺ ബാലറ്റ് പെട്ടികൾ നിർമ്മിക്കാൻ നിയോഗിക്കപ്പെട്ട ഗോദ്രേജിന് ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ചരിത്ര നിമിഷമായിരുന്നു. അർദേഷിറിന് മക്കളില്ലാത്തതിനാൽ സഹോദരൻ ഫിറോസ് ഷായിലേക്ക് കമ്പനിയുടെ അവകാശമെത്തി. ഫിറോസ് ഷായ്ക്ക് 4 മക്കളാണുള്ളത്: സൊഹ്റാബ്, ദോസ, ബർജോർ, നോവൽ എന്നിങ്ങനെ. സൊഹ്റാബിന് കുട്ടികളില്ലാത്തതിനാൽ പിന്നീട് ബർജോറിന്റെ മക്കളിലേക്കും, അതായത് ആദി, നദീർ, നൊവേലിന്റെ മക്കളായ ജംഷാദ്, സ്മിത എന്നിവരിലേക്കും അവകാശം എത്തിപ്പെടുകയായിരുന്നു. ഇനി തിരികെ കമ്പനിയിലേക്ക് വന്നാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിസ്റ്റഡ് സ്പേസിലുള്ള 5 കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് ആദി ഗോദ്രേജും സഹോദരൻ നദീറുമാണ്. ഗോദ്രേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിൽ വരുന്ന 5 സ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഇരുവർക്കുമായിരിക്കും. സഹോദരങ്ങളായ ജംഷാദ് ഗോദ്രേജ്, സ്മിത ഗോദ്രേജ് കൃഷ്ണ എന്നിവരുടെ കീഴിലായിരിക്കും ഗോദ്രേജ് ആൻഡ് ബോയ്സും അനുബന്ധ സ്ഥാപനങ്ങളും. ഇത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഗോദ്രേജ് ഗ്രൂപ്പിന്റെ ഗോദ്രേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുമായിരിക്കും വരിക. മുംബൈയിലുള്ള പ്രധാന സ്വത്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഗോദ്രേജ് ആൻഡ് ബോയ്സ് ഉൾപ്പെടുന്ന ഗോദ്രേജ് എന്റർപ്രൈസസ് ഗ്രൂപ്പിന് IT, സോഫ്റ്റ്വെയർ, എയ്റോസ്പേസ്, വ്യോമയാനം, ഫർണിച്ചർ തുടങ്ങി വിവിധ മേഖലകളിൽ സാന്നിധ്യം അറിയിക്കാനായിട്ടുണ്ട്. ജംഷാദ് ഗോദ്രേജ് ആയിരിക്കും ഇവയുടെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറും. ജംഷാദിന്റെ സഹോദരിയായ സ്മിതയുടെ മകൾ നൈരിക ഹോൽക്കർ ആയിരിക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടർ. മുംബൈയിലെ 3400 ഏക്കർ വരുന്ന ഭൂമിയും ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ഗ്രൂപ്പിന്റെ മൂല്യം നോക്കിയാൽ ആഗോളതലത്തിൽ 1.2 ബില്യൺ ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതായി ഗോദ്രേജ് ഗ്രൂപ്പ് അവകാശപ്പെടുമ്പോൾ, കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വിലയനുസരിച്ച് ലിസ്റ്റ് ചെയ്ത 5 കമ്പനികളിലെ ഗോദ്രേജ് കുടുംബത്തിന്റെ ഓഹരി മൂല്യം 1.53 ട്രില്യൺ രൂപയും വരും. മൊത്തം വിപണി മൂലധനം 2.44 ട്രില്യൺ രൂപയുമാണ്. ലിസ്റ്റഡ് സ്പേസിൽ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡ്, ആസ്റ്റക് ലൈഫ് സയൻസ് ലിമിറ്റഡ്, ഗോദ്രേജ് അഗ്രോവെറ്റ് ലിമിറ്റഡ് എന്നിവയാണുള്ളത്. ആദ്യമാണ് ഗോദ്രേജ് ഗ്രൂപ്പിന്റെ നിലവിലെ ചെയർമാൻ. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ഗോദ്രേജ് അഗ്രോവെറ്റിന്റെ ചെയർമാനാണ് നദീർ. പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദിയുടെയും നദീറിന്റെയും കുടുംബവും ആസ്റ്റക് ലൈഫ് സയൻസിന്റെ ഓഹരികൾ തിരികെ വാങ്ങാനായി ഉടമകൾക്ക് ഓപ്പൺ ഓഫർ നൽകും. ഓപ്പൺ ഓഫറിന്റെ വാർത്ത ആസ്റ്റക് ലൈഫ് സയൻസിന്റെ ഓഹരികളെ കുത്തനെ ഉയർത്തിയിട്ടുണ്ട്.
ഓപ്പൺ ഓഫറിന്റെ ഫ്ലോർ പ്രൈസ് ഷെയറിന് 1069.75 രൂപയായാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മുൻ ക്ലോസിംഗിനേക്കാൾ 17% കിഴിവ്. സെബിയുടെ നിയന്ത്രണങ്ങൾക്ക് ശേഷം ആരംഭിച്ച ഓപ്പൺ ഓഫറിലൂടെ ആദിയുടെയും നദീറിന്റെയും കുടുംബം മൊത്തം 545 കോടി രൂപയ്ക്ക് ആസ്റ്റക്കിന്റെ 26% ഓഹരികൾ സ്വന്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ലൈഫ് സയൻസിന്റെ ഓഹരികൾ 6%-ലധികം ഉയർന്നപ്പോൾ ഗോദ്രേജ് അഗ്രോവെറ്റ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് കൺസ്യൂമർ എന്നിവ 1 മുതൽ 5% ഉയർച്ച രേഖപ്പെടുത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് മാത്രമാണ് ഇന്നത്തെ വ്യാപാരത്തിൽ പറയത്തക്ക ഏക നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട കമ്പനി. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിന്റെ ചെയർമാനായി ആദി ഗോദ്രേജിന്റെ മകൻ 43-കാരനായ ഫിറോസ് ഷാ ഗോദ്രേജ് 2026 മുതൽ ചുമതലയേൽക്കാനിരിക്കെ സ്മിത ഗോദ്രേജ് കൃഷ്ണയുടെ 42-കാരിയായ മകൾ നൈരിക ഹോൾക്കറാണ് ഗോദ്രേജ് എന്റർപ്രൈസസ് ഗ്രൂപ്പിന്റെ മുഖാമുഖം എത്തുന്നത്. മുൻനിര ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഗോദ്രേജ് അഗ്രോവെറ്റ്, ആസ്റ്റക് ലൈഫ് സയൻസ്, ഗോദ്രേജ് സീഡ്സ് ആൻഡ് ജെനറ്റിക്സ്, ഇന്നോവേഷ്യ മാൾട്ടിക്സ് തുടങ്ങി ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ഉൾപ്പെടുന്ന ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ആയിരിക്കും നാദിർ ഗോദ്രേജ്. ഗോദ്രേജ് ഗ്രൂപ്പിന്റെ ലിസ്റ്റഡ് സ്വത്തുക്കളുടെ പുനഃക്രമീകരണം പൂർത്തിയാകുമ്പോൾ ജംഷാദ് ഗോദ്രേജിനെയും സ്മിത കൃഷ്ണയെയും പൊതു ഓഹരി ഉടമകളായി തരംതിരിക്കും. നിലവിൽ ലിസ്റ്റഡ് സ്വത്തുക്കളുടെ പ്രൊമോട്ടർ ഗ്രൂപ്പിലാണ് ഇവർ രണ്ടുപേരുമുള്ളത്. സെബി നിയമങ്ങൾ പ്രകാരം പ്രൊമോട്ടർ കോമൺ സ്റ്റേക്ക് ഹോൾഡറായി മാറണമെങ്കിൽ ലിസ്റ്റഡ് സ്വത്തിന്റെ 15%-ൽ കൂടുതൽ ഓഹരി കൈവശം വയ്ക്കാൻ പാടില്ല. ഗ്രൂപ്പിന്റെ നിലവിലെ ധാരണ പ്രകാരം ജംഷാദും സ്മിതയും പൊതു ഓഹരി ഉടമയായി മാറാൻ അർഹതയുള്ളവരുമാണ്. അതേസമയം റിയൽ എസ്റ്റേറ്റ്, മാർക്കറ്റിംഗ് ബിസിനസ്സുകളിൽ ഗോദ്രേജിന്റെ ബ്രാൻഡ് നെയിം ഇരു ഗ്രൂപ്പുകൾക്കും ഉപയോഗിക്കാം. രണ്ട് ഗ്രൂപ്പുകൾക്കും ഈ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നതിന് റോയൽറ്റി നൽകേണ്ടതില്ല. നോൺ കോമ്പീറ്റ് പീരീഡ് ഏപ്രിൽ 30 മുതൽ പ്രാബല്യത്തിൽ വന്നു. കരാർ അനുസരിച്ച് 6 വർഷത്തിന് ശേഷം ഒരു ഗ്രൂപ്പിന് രണ്ടാമത്തെ ഗ്രൂപ്പ് കൈകാര്യം ചെയ്തിരിക്കുന്ന ബിസിനസ്സിലേക്ക് ഗോദ്രേജിന്റെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാതെ പ്രവേശിക്കാം. ഫോർബ്സ് റിപ്പോർട്ട് അനുസരിച്ച് 2024-ൽ ജംഷദ് ഗോദ്രേജിന്റെയും ആദി ഗോദ്രേജിന്റെയും ആസ്തി $3.8 ബില്യൺ ആണ്. ഈ ഒരു വലിയ വിഭജനത്തിന് ശേഷം അടുത്ത തലമുറയും തഴച്ചു വളരുമെന്നാണ് ഗോദ്രേജ് ഗ്രൂപ്പ് സ്പ്ലിറ്റിന്റെ പ്രധാന അഡ്വൈസറിൽ ഒരാളായ ഉദയ് കൊട്ടക് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഗോദ്രേജ് കുടുംബത്തിന് ഹൈ ഇന്റഗ്രിറ്റി ആൻഡ് ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോദ്രേജ് ഗ്രൂപ്പ് പിളർന്ന് പുതുതലമുറ നേതാക്കൾ ഭരണം പിടിക്കുമ്പോൾ നിക്ഷേപകർ എപ്പോഴും പോസിറ്റീവായി തന്നെയാണ് ഇതിനെ കാണുന്നത് എന്നാണ് അനലിസ്റ്റുകളും പറയുന്നത്. ഗോദ്രേജ് സാമ്രാജ്യത്തിനുള്ളിലെ ഈ വ്യക്തമായ വിഭജനം സ്റ്റോക്കുകളുടെ കാര്യത്തിലെ ഓവർഹാങ്, അതായത് നിലവിലെ അനിശ്ചിതത്വം ഇല്ലാതാക്കും. ഒപ്പം ഗോദ്രേജ് ഗ്രൂപ്പിന്റെ റീ റേറ്റിംഗിനും സാധ്യമാക്കിയേക്കുമെന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഓഹരി വിപണികളിൽ 2024 കലണ്ടർ വർഷത്തിൽ ഗോദ്രേജ് ഗ്രൂപ്പ് ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 23%-ലധികം നേട്ടത്തോടെ മുന്നിട്ട് നിൽക്കുമ്പോൾ 18.85% ഗോദ്രേജ് ഇൻഡസ്ട്രീസും ആസ്റ്റക് ലൈഫ് സയൻസ് ലിമിറ്റഡ് 13.22%, ഗോദ്രേജ് കൺസ്യൂമർ 7.76% നേട്ടം നൽകിയിട്ടുണ്ട്. ഇതേ രീതിയിൽ വിഭജനം നടത്തിയിട്ടുള്ള പല ഗ്രൂപ്പ് കമ്പനികളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ഗോദ്രേജിന്റെ സ്വത്തുക്കൾ വിഭജിക്കുന്നത് വളരെ ഡീസന്റ് ആയ രീതിയിലാണ് നടന്നിരിക്കുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കൺഫ്യൂഷന് പ്രസക്തിയില്ല. ഗ്രൂപ്പിലെ ഏത് ബിസിനസിനെ ഏത് കമ്പനി നിയന്ത്രിക്കുന്നു എന്നതിൽ കൃത്യമായ വ്യക്തതയുണ്ട്. സോ അടുത്ത തലമുറയിലെ നേതാക്കൾക്ക് ബാറ്റൺ കൈമാറിക്കൊണ്ട് രണ്ട് കുടുംബങ്ങളും വ്യക്തമായ പിന്തുടർച്ചാ പദ്ധതിയും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ തുടർന്നും ഗോദ്രേജ് എന്ന ആ വലിയ സാമ്രാജ്യത്തിന്റെ പാരമ്പര്യവും വിശ്വാസ്യതയും അവർ മുന്നോട്ടും കാത്തു സൂക്ഷിക്കും എന്ന് തന്നെയാണ് നിക്ഷേപകരും വിപണിയും പ്രതീക്ഷിക്കുന്നത്.